ശ്രീനിവാസനാണ് തിരക്കഥ. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു ലാൽ ജോസിനെ അസോസിയേറ്റ് ആയിട്ട് വിളിക്കണം. അങ്ങനെ എന്നെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കണം. അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര നിരാശയുണ്ടായി. കാരണം എൻ്റെ പടമാണ് ശരിക്കും അടുത്ത അദ്ദേഹം എഴുതാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അന്ന് രാത്രി ശ്രീനേട്ടനെ വിളിച്ചു. ഞാൻ പറഞ്ഞു നല്ല ആളാണ്, നമ്മുടെ പടം ഇപ്പോൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പടം കഴിഞ്ഞ് വേറെ ഒന്നും കമ്മിറ്റ് ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ എഴുത്തിന് തുടങ്ങുകയാണെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞ് എൻ്റെ ഒരു നിരാശ ഞാൻ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുകേഷാണ് നായകൻ, മുകേഷ് ഏട്ടന് ഇപ്പോൾ ഒരു കൊള്ളാവുന്ന സിനിമ ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ മദ്രാസിൽ നിന്ന് എറണാകുളത്തേക്ക് ഈ സിനിമ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. ആ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുമ്പോൾ അത് ഒരു കാരണവശാലും ആ രൂപത്തിലൊരു സിനിമയാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായി. അടുത്ത ദിവസം ശ്രീനേട്ടൻ വരികയാണ്. ശ്രീനേട്ടനെ റെയിൽവേ സ്റ്റേഷനിൽ റിസീവ് ചെയ്യാൻ ഞാൻ പോയി. റിസീവ് ചെയ്ത് എന്നെ കണ്ടോണ്ട് വെച്ചു സ്ക്രിപ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ കടന്നൽ കുത്തിയ മാതിരി ഇരിക്കുകയാണ്. കാരണം ആ സ്ക്രിപ്റ്റ് ഒരിക്കലും സിനിമയാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് പുതുതായിട്ട് കഥയുണ്ടാക്കി അതാത് ദിവസം എഴുതി സീൻസ് എഴുതിയിട്ട് ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഇൻ്റർവെല്ലിന് ശേഷം എന്താണ് കഥ എന്നറിയില്ല, കഥയില്ല ഇൻ്റർവെല്ലിന് ശേഷം. ആ ഒരു ദിവസം കൊണ്ടുണ്ടായ വൺ ലൈൻ വെച്ചിട്ടാണ് പിന്നെ ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത്.